കുഞ്ഞായിരുന്നപ്പോൾ റാഫി മെക്കാർട്ടിൻ്റെ സിനിമകൾ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം അവരുടെ പടത്തിൽ ഒരുപാട് തമാശകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആരോ പറഞ്ഞു കേട്ടിട്ട് റാഫി മെക്കാർട്ടിൻ്റെ പടമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ആദ്യമായിട്ട് തിളക്കം കണ്ടത്. കണ്ടു തുടങ്ങിയപ്പോൾ എല്ലാ റാഫി മെക്കാർട്ടിൻ പടങ്ങളിലും ഉള്ളതുപോലെ നല്ല കഥയും കോമഡികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് പടം കണ്ടത്. പക്ഷെ അപ്പോഴൊരു തോന്നലുള്ളിൽ കിടപ്പുണ്ടായിരുന്നു, മറ്റ് റാഫി മെക്കാർട്ടിൻ പടങ്ങൾ പോലെ അല്ലല്ലോ ഇതിനെന്തോ ഒരു വശപ്പശകുണ്ടല്ലോ എന്ന്. പിന്നീട് ഒരു ഏജ് എത്തിയിട്ട് തിളക്കം കണ്ടപ്പോൾ തോന്നി മറ്റ് റാഫി മെക്കാർട്ടിൻ പടങ്ങളെ അപേക്ഷിച്ച് ഒരു വശപ്പശകല്ല ഇതിലുള്ളത്, പകരം മറ്റ് 6 പടങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരു അഴകും ഒരു ക്ലാസ് ടച്ചും ഒക്കെയാണ് ഇതിലുള്ളത്. അങ്ങനെ ഒരു ദിവസം ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് പോലെ തിളക്കം കണ്ടപ്പോഴാണ് മനസ്സിലായത് തിളക്കത്തിന്റെ ഡയറക്ടർ നമ്മുടെ ജയരാജ് ആണെന്ന്. റാഫി മെക്കാർട്ടിൻ റൈറ്റേഴ്സ് ആയിരുന്നു. ആ കോംബോ എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. ഇത്തരം കോംബോകളാണ് ഉണ്ടാകേണ്ടതെന്ന് എനിക്ക് അപ്പോൾ തോന്നി. അതായത് ഈ റാഫി മെക്കാർട്ടിൻ ചെയ്തിരുന്നുവെങ്കിൽ തമാശ ചെയ്യാൻ വേണ്ടി മാത്രം വന്നു പോകുമായിരുന്ന അച്ഛനും ഭാസ്കരനും വെളിച്ചപ്പാടും കുഞ്ഞവറാനും കൃഷ്ണൻകുട്ടിയും ഓമനക്കുട്ടനും വനജയും പഞ്ചവർണവും പഞ്ചവർണത്തിന്റെ അരയിൽ നോക്കിയിരിക്കുന്ന അപ്പൂപ്പനും ഒക്കെ ജയരാജിന്റെ കൈകളിലെത്തിയപ്പോൾ ജീവനുള്ള കഥാപാത്രങ്ങളായി മാറി. അത് മാത്രമല്ല റാഫി മെക്കാർട്ടിൻ പടങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഒരു മേഖലയാണ് ബാക്ക്ഗ്രൗണ്ട് ബ്യൂട്ടി. ജയരാജിന്റെ കയ്യിൽ വന്നപ്പോൾ ജയരാജിന്റെ ഫേവറേറ്റ് പാലക്കാടിനെ വെച്ച് പുള്ളി ഒരു കിടിലൻ ഗ്രാമവും നമുക്ക് മുന്നിലങ്ങ് സെറ്റ് ചെയ്തു. പിന്നീട് ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഉണ്ണിയുടെ കുസൃതികളിൽ കൂടി നാട്ടുകാരെല്ലാവരും ഉണ്ണിയെ ഓർക്കുന്ന ഒരു ഗാനം വരുന്നുണ്ട് പടത്തിൽ. അത് നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള വക തരുന്ന ഒരു ഗാനരംഗങ്ങളായിരുന്നുവെങ്കിലും റാഫി മെക്കാർട്ടിൻ ആയിരുന്നു ഡയറക്ടേഴ്സ് എങ്കിൽ അവിടെ സെറ്റ് ചെയ്യുന്നത് കേൾക്കാൻ സുഖമുള്ള ഒരു നോർമൽ മെലഡി ആയിരിക്കും. പക്ഷെ ജയരാജ് വരുമ്പോൾ തന്റെ സ്റ്റൈലിൽ ഇതുപോലൊരു പാട്ടൊക്കെ കൊടുത്ത് നല്ലൊരു ക്ലാസിക് ടച്ചാണ് സെറ്റ് ചെയ്തത്. എല്ലാത്തിനും പുറമെ KPSC ലളിത അതിന്റെ നെടുമുടി വേണു. മറ്റ് കഥാപാത്രങ്ങളെ ജയരാജ് റാഫി മെക്കാർട്ടിന്റെ സ്റ്റൈലിൽ നിർത്തിക്കൊണ്ട് തന്നെ തന്റെ സ്റ്റൈലിൽ മേക്ക് ചെയ്തെടുത്തപ്പോൾ ഈ 2 കഥാപാത്രങ്ങളെയും പൂർണ്ണമായും ജയരാജ് തന്റെ രീതിയിലാണ് രൂപപ്പെടുത്തിയെടുത്തത്. ഇത്രയും തമാശകൾ ഒഴി നടക്കുമ്പോഴും ആ കഥയുടെ ജീവൻ നിലനിർത്താനായിരുന്നു ആ കഥാപാത്രങ്ങളെ തന്റെ ചങ്ങലയ്ക്കുള്ളിൽ കെട്ടിയിട്ടത് എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ജയരാജ് റാഫി മെക്കാർട്ടിൻ കോംബോ അത് പിന്നീട് ആവർത്തിച്ചിട്ടില്ലാത്തൊരു ഒന്നൊന്നര കോംബോ തന്നെയാണ്. എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം?